നമസ്കാരം കൂട്ടുകാരെ, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയില തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വയ്ക്കുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് വെച്ച് വരുന്ന ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മീൻകറി ഉണ്ടാക്കാനൊക്കെ മിക്ക ആളുകൾക്ക് അറിയാം. പക്ഷെ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ്, ലേറ്റസ്റ്റായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അടുക്കള ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ഇത് അയില നല്ല വൃത്തിയായിട്ട് കഴുകി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട്, നമ്മൾ ഇതിൽ മുളക് പുരട്ടി വെച്ചതുകൊണ്ട് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമുള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. അത് അരച്ചു കൊണ്ടുവരാം. മൺചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. കത്തിയില്ലേ? കാണുന്നില്ലല്ലോ. കത്തി. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവിട്ട് കൊടുക്കണം. ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കുറച്ച് സവാള എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ സവാള നമ്മൾ ഈ കറിയെല്ലാം വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടേ ഒന്ന് കുലുക്കിയിട്ട്, ഈ മൂടിയിലൊക്കെ ഉണ്ടാവും, മിക്സിയുടെ ജാറിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിൽ കുറച്ച് തേങ്ങ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടിരുന്നുകൊണ്ട് തേങ്ങ ചേർത്ത് കൊടുത്ത പാടെ തിളച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ 2 പച്ചമുളക് കിട്ടും. നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടത്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ അമ്മ കറി വെക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല, പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തു. കുളമായാൽ ഞാൻ പറയാം കേട്ടോ എന്താവുമെന്ന്. ഇനി ഇതൊന്ന് ഒരു കൂട്ടം മറന്നു, കുറച്ച് ഉപ്പ്. നമ്മൾ മീനിലും കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർക്കാം കേട്ടോ. കാരണം നമ്മുടെ അയില വെന്ത് വരണ്ടേ. അപ്പോൾ ഇവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, പുളി കുറച്ച് നേരം മുൻപേ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ പുളിയും കൂടി, മീനിന് ആവശ്യമുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി നന്നായിട്ട് കഴുകി കുതിർത്തായതുകൊണ്ട് ആ വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിള വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. മീൻകറിക്ക് നമ്മൾ തേങ്ങ ചേർത്തത് തിളച്ച് വന്ന് കുന്തിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ചാറ് തിളച്ചു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിക്ക് കളറ് വന്നോളും കേട്ടോ, കാരണം ഇതിൽ മുളക് പൊടിയുണ്ട്. ഈ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലുതായിട്ട് ഈ ചട്ടിയിൽ കയ്യിലൊന്നും ഇട്ട് ഇളക്കരുത്. ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിവിടെ കിടന്ന് ആവട്ടെ. നമുക്ക് ഒരു സന്തോഷത്തിന്, നല്ലൊരു ടേസ്റ്റിനും ഒക്കെ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. കാരണം ഈ തേങ്ങ തിളച്ച് ചിലപ്പോൾ കറി പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് നോക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് മീൻ വറക്കുന്നുണ്ട്. മണങ്ങാണ്. അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് വാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് മീനെല്ലാം വെന്ത് സെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് ഉള്ളി മൂപ്പിച്ചിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഈ ചെറിയുള്ളിയാണ് ശരിക്കും നമ്മൾ മൂപ്പിച്ചിടേണ്ടത്. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ആയാലും ഇടാം. ഞാനിപ്പോൾ സവാള ഇടുന്നത് കാരണം ചെറിയുള്ളി ഇല്ല. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ചുവന്ന് വരണം കേട്ടോ. നല്ലോണം മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം.
നമ്മുടെ സവാള നല്ലോണം മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ വെന്ത് വരുന്ന കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മളുടെ രുചികരമായ തേങ്ങ അരച്ച് കുടമ്പിൽ ഒഴിച്ച് വെച്ച അയിലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.